നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തലസ്ഥാന എമിറേറ്റിൽ വീശിയടിച്ച ശക്തമായ പൊടിക്കാറ്റ് ഏതാനും സമയം ജനജീവിതം സ്തംഭിപ്പിക്കുകയുണ്ടായി. തൊട്ടടുത്ത കെട്ടിടങ്ങൾ വരെ മറയത്തക്ക വിധം പൊടി ഉയർന്നു പൊങ്ങിയത് പലരിലും ആശങ്ക ഉളവാക്കി. ശക്തമായ കാറ്റ് മൂലം വീടുകളിലും പൊടിപൂരമായിരുന്നു. ദൂരക്കാഴ്ച കുറഞ്ഞത് പരക്കെ അപകടങ്ങൾക്കും കാരണമായി മാറി. വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയതായും ഗതാഗതത്തിന് തടസ്സമായി. പിന്നീടുണ്ടായ ചാറ്റൽ മഴയാണ് പൊടിപടലങ്ങളെ അല്പമെങ്കിലും ശമിപ്പിച്ചത്. അങ്ങനെ റോഡിൽ വീണ മരങ്ങളും അടിഞ്ഞുകൂടിയ പൊടിയും നീക്കാൻ നഗരസഭാ ഉദ്യോഗസ്ഥർ ഏറെ പാടുപിടിക്കുകയും ചെയ്തു. മഴയിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. പൊടിക്കാറ്റിന്റെ വരവോടെ ചൂടിന് ഇനിയും ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ അടുത്ത അധ്യയന വർഷത്തേക്ക് അബുദാബിയിലെ സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കുകയും ചെയ്തു. അബുദാബി വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കർശനമായ കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിച്ചുകൊണ്ട് വേണം സ്കൂളുകൾ പ്രവർത്തിക്കാൻ. എല്ലാ ജീവനക്കാരും രക്ഷിതാക്കളും സ്മാർട്ട് മൊബൈൽ സംവിധാനമുള്ള വിദ്യാർത്ഥികളും കോവിഡ് രോഗികളുമായുള്ള ഇടപെടൽ കണ്ടെത്തുന്നതിന് ഡൗൺലോഡ് ചെയ്യണം. എല്ലാ ജീവനക്കാരും വിദ്യാർത്ഥികളും സമീപകാല യാത്രകളുടെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യണം. 12 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സ്കൂൾ അങ്കണത്തിൽ പ്രവേശിക്കുന്നവർക്കും മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.